ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനാസ് വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു കൊച്ചു ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അധികം ലെങ്ത്തുള്ള വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ ചെടികളൊക്കെ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നിറയെ മുല്ലപ്പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതങ്ങനെ പൊട്ടിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വാടി നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ ഉണ്ടായ പൂവൊക്കെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വാടി പോവല്ലോ, അങ്ങനെ വാടി നിൽക്കുന്ന പൂവാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ കാണുന്ന ആ ഒരു കളറങ്ങ് മങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് ഫാനാണ്. അപ്പോൾ ഹാങ്ങിങ് പോട്ടുകൾ പല സ്ഥലത്തായിട്ടാണ് ഇവർ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഫാനാണ്. നമ്മുടെ മതിലുകളിലെല്ലാം പറ്റി പിടിച്ചുണ്ടാകുന്ന ആ ഒരു ഫാനാണ്. അതിതുപോലെ ഒരു ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ നന്നായിട്ട് വളർന്ന് ഹാങ്ങായി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു നഴ്സറി പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കണം. ഈ ഒരു പ്ലാന്റ് നമ്മുടെ മതിലിൽ നിന്നൊക്കെ കിട്ടുന്നത് ഇതുപോലെ ഒരു ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഹാങ്ങായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ അത്ര ഒരു താല്പര്യം തോന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഹാങ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പം അവർ റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കുറേ ഈ ഒരു വേനലായി വന്നപ്പോൾ കുറേ ചെടികൾ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയ ചെടികളൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചതാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓർക്കിഡാണ് കേട്ടോ. ഇതൊക്കെ ഗ്രോ ബാഗിലായിട്ടാണ് ഇപ്പോൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെടികളോട് ഒത്തിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതൊരു ചെടി കിട്ടിയാലും അവരത് കുറച്ച് മണ്ണെങ്കിലും എടുത്തിട്ട് അതിലൊന്ന് താഴ്ത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കൂല്ലേ. ഇപ്പോൾ ഈ ഒരു വേനലായ കാരണം ഒരുപാട് പ്ലാന്റ്സ് പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും കുറേ പ്ലാന്റ്സ് പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് മണി പ്ലാന്റ് ആണ്. ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് മണ്ണിലിട്ട് കൊടുത്താൽ തന്നെ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടി ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല. പക്ഷെ വേനൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കുറേ ചെടികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചെടികളൊക്കെ ഒരുപാട് പോയി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ ഇതുപോലെ അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരേപോലെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ്. ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, അരേലിയൊക്കെ നമ്മൾ കുറച്ച് ഇങ്ങനെ വെട്ടിക്കൊടുത്ത് ഒരു ഷേപ്പാക്കി നിർത്തുകയാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നിൽക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ചിലർക്കൊക്കെ പൂക്കളോട് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അധികം പൂച്ചെടികളാണ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ പൂക്കളുള്ള ചെടികൾ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ ഏത് ചെടി കിട്ടിയാലും ഞാൻ വെച്ച് പിടിപ്പിക്കുന്ന ആളാണ്. ഫ്ലവർ ഉള്ളതായിക്കോട്ടെ ഫ്ലവർ ഇല്ലാത്തതായിക്കോട്ടെ എല്ലാത്തിനോടും താല്പര്യമുള്ള ഒരാളാണ്. ചിലർക്കൊക്കെ പൂക്കളുള്ള ചെടികൾ തന്നെ വേണം, അങ്ങനെ ഇഷ്ടക്കൂടുതലുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെ റോസിൻ്റെ പല വെറൈറ്റീസ് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഈ ചേച്ചിക്ക് ഏത് ഫ്ലവർ കിട്ടിയാലും വയ്ക്കും. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിൽ കൂടുതലും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. വാൻഡറിങ് ജൂവിൻ്റെ വെറൈറ്റിയാണ്. ഇവിടെയും കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീട്ടിൽ കേട്ടോ 3 നായ്ക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കൊറോണയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന നായ്ക്കളായിരുന്നു. അപ്പോൾ 3 എണ്ണം. അപ്പോൾ 3ന് അവരിവിടെ അങ്ങനെ ഓരോന്ന് കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇവരുടെ വീട്ടിൽ അവർ സെറ്റായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 3 നായ്ക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുറന്നു വിട്ടത് കൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ കാണാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ പിടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു തുളസിത്തറ ഉണ്ട്, അതിൽ തുളസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒരു തെച്ചിയുടെ വെറൈറ്റിയാണ്. അതിൽ ഫ്ലവറൊന്നും വന്നിട്ടില്ല. അത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ളൊരു കളറുള്ള ലീഫാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഹാങ്ങിങ് പോട്ടിൽ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാങ് ചെയ്ത് വെച്ചാലും ആ ഒരു ചെടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് അവിടെ അങ്ങനെ വരിയായി തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടികളുടെ ഇടയിൽ കൂടെ പോയിട്ട് വീഡിയോ പിടിക്കാൻ ആ ചെടി നാശമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദൂരെ നിന്നിട്ട് തന്നെ അങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് റോസാണ്. നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ലൈറ്റ് കളറായിട്ടുള്ള റോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നഴ്സറി പോയിട്ടാണെങ്കിലും ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളർ കണ്ടിട്ടുണ്ടെങ്കിൽ അധികം ഡാർക്ക് കളറായിട്ടുള്ള യെല്ലോ അതുപോലെ വൈറ്റ് റെഡ് അങ്ങനത്തെയൊക്കെയാണ് അധികം കാണാറുണ്ടായിരുന്നത്. ഇവിടെ ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അരേലിയയുടെ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. കുഞ്ഞ് നന്ദിയാർവട്ടം അതുപോലെ തെച്ചി
അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് കണ്ടില്ലേ, ഇതിൽ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഹാങ്ങായി വന്നിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ ഒരു പ്ലാന്റ്. ഇത് വാൻഡറിങ് ജൂവിൻ്റെ വെറൈറ്റിയാണ്. പിന്നെ ഇത് ഫാനാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മതിലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫാനാണ്. അപ്പോൾ അതും ഇവിടെ അവർ ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, ചെറിയൊരു ഗാർഡൻ ടൂറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.